രണ്ടുപേരും ഓൾറെഡി ഇതിനകത്തുണ്ടായിരുന്നു. മൂന്നാമതൊരാളെ കൂടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ട്രാവൽ ചെയ്യാനുള്ള പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിറക്കൂര് പോയി നമ്മൾ സിറക്കൂരിൻ്റെ മാർക്കറ്റുകാരനെ കാണിച്ചിട്ടുള്ളത്. സോ ഗൈസ്, നമ്മളെ പിന്നെ സിറക്കൂരിലെ നൈറ്റ് ലൈഫ് എന്താണെന്നും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് എങ്ങനെ കഴിക്കാമെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ചിരിക്കാവുന്ന വീഡിയോ ആണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ തയ്യൽ കട. ഇവിടെ ആൾക്കാർ റെഡിമെയ്ഡ് അടി മേടിക്കുന്നത് കൂടുതൽ ആൾക്കാർ തയ്പ്പിച്ചൊക്കെയാണ് ഡ്രസ്സ് സെറ്റാക്കുന്നത്, അവരിടുന്നതൊക്കെ. നമുക്കെന്തൊരു മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ മെയിനായിട്ടുള്ളൊരു സംഭവം ഷീറ്റ്സിൻ്റെ കട. ഷീറ്റ്സിൻ്റെ കട എല്ലായിടത്തും സുലഭമായിട്ടുണ്ട്. പിന്നെ കേരളത്തിനെ കുറിച്ചുള്ള പൈസ ഭയങ്കര കുറവാണ്. ഇതാണ് ഇവിടുത്തെ ജിലേബി. ഏകദേശം 20 രൂപയാണ് റേറ്റ്. 20 രൂപയ്ക്ക് ഏകദേശം 150 ഗ്രാം ജിലേബിയാണ് വരുന്നത്. നമ്മുടെ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിലേബിക്ക് 10 രൂപ 12 റേറ്റാണ്. 12 റേറ്റൊക്കെയാണ് ജിലേബിക്ക്. ഇവിടെ 150 ഗ്രാം ജിലേബിക്ക് 20 രൂപ ഉണ്ടെങ്കിൽ വെച്ചാൽ അത് ചൂട് ജിലേബി, നല്ല ഫ്രഷ് ജിലേബിയാണ്. രണ്ടുപേരും ഓൾറെഡി ഇതിനകത്തുണ്ടായിരുന്നു. മൂന്നാമതൊരാളെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പോരെ. സോ ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. പേര് പറ. നൗഫി. അവളുടെ നൗഫി എന്നാണ്. എൻ്റെ സാരി കൊണ്ട് ഞാനുണ്ട്. നമ്മളപ്പോൾ മാർക്കറ്റിൻ്റെ അകത്താണുള്ളത്. സോ ലെറ്റ്സ് ഗോ. ഗേൾസിൻ്റെ ഐറ്റംസ് ഉള്ളി. സോ ഗൈസ്, മാർക്കറ്റിൻ്റെ അകത്തേക്ക് നോക്കാം. കണ്ടല്ലോ, ഇതാണ് മാർക്കറ്റ്. ഗൈസ്, നമുക്ക് മാർക്കറ്റിൻ്റെ അകം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, നമ്മൾ അരി മേടിക്കുന്ന കട. ഇവിടെ പല ടൈപ്പ് അരി കിട്ടും. പച്ചരി യെസ്, മാഗി ലൂസായിട്ട് കിട്ടും. ഇവിടെ ഉണ്ടോ, പൊടികളെല്ലാം ലൂസാണ് കേസ്. നമുക്ക് പാക്കറ്റിൽ ഒരു ലൂസായിട്ടാണ് പൊടികളെ കിട്ടുന്നത് ഇവിടെ. യെസ്, ഇവിടെ നിന്ന് നമ്മൾ അരി വാങ്ങാറുണ്ട്. ഇവിടെയും അരിക്ക് വില കുറവുണ്ട്. കണ്ടോ, ലൈക്ക് എന്താണ് ഈ കാണുന്നതൊക്കെയാണ് മാർക്കറ്റ്. നമുക്കപ്പോൾ നെക്സ്റ്റ് പരിപാടിയായ അടുത്ത ഫുഡിലേക്ക് പോവാം. യെസ്, അതൊക്കെ ഇതല്ലേ നീ പറഞ്ഞ ബർഗറാടാ. आपकी नाम क्या है? नाम क्या है आपका? वीरेंद्र कुमार. अच्छा, इधर का बर्गर बहुत फेमस है. ഇവിടെ ബർഗറിൻ്റെ കൂടെ തന്നെ ഇവിടെ മറ്റേ ചൗമീൻ ഉണ്ട്, അതായത് നൂഡിൽസ്.
യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് ബർഗർ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഇതാണ് ഇവിടുത്തെ ബർഗർ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ബർഗറാണ്. കാരണം അല്ലേ, ഓയിലൊക്കെ ഫ്രൈ ചെയ്ത ശേഷം ക്രിസ്പിയാണ്, ചൂടുണ്ട്, ടേസ്റ്റിയാണ്. ഹൈജീൻ നോക്കരുത് ഗൈസ്. ഹൈജീനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നല്ല ടേസ്റ്റുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. സോ ഒരു രക്ഷയില്ല. ആ കട നമ്മുടെ ബർഗറിൻ്റെ കട. ഗൈസ്, ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു? വയറ് നിറഞ്ഞു. യെസ്, അടിപൊളി ബർഗറാണ്. ആരെയും വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മനസ്സിലായാൽ ഇവിടെ വന്ന് കഴിക്കാം. കാരണം ഈ സ്ഥലപ്പേര് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പോകുന്ന വഴിക്ക് ഇവിടെ മുട്ട. യെസ്, ഞാൻ കഴിക്കില്ല, എനിക്ക് മുട്ട ഇഷ്ടമല്ല. വേറെ എന്തോ സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ട് ഗൈസ്. സോ ഇതാണ് ഞായറാഴ്ചത്തെ 10 മണി കഴിഞ്ഞുള്ള അവസ്ഥ. തിരക്കൊന്നുമില്ല ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഇനി ജസ്റ്റ് ഓക്സ്ഫോർഡും കൂടെ കാണിച്ചിട്ട് വീഡിയോ നമ്മൾ നിർത്തും. ഒത്തിരി ലാഗാക്കി വരുന്നത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയുക, വലിയ പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. ഇപ്പം സാധിക്കും പുള്ളിക്കാരത്തെയും കൂടെ ജസ്റ്റ് പുള്ളിക്കാരത്തിൻ്റെ റൂമിൽ ഡ്രോപ്പ് ചെയ്യാനായിട്ട്. ടൈം 10 മണിയായി, അതുകൊണ്ട് പുള്ളിക്കാരത്തിനെ കൊണ്ടുവിടാനായിട്ട് സാധിക്കും കൂടെ പോയപ്പോഴാണ്. ആൻഡ് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് എടുത്തൊരു വ്ളോഗാണിത്. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ട്രിപ്പൊക്കെ ഒറ്റയ്ക്ക് പോയി അതിൻ്റെ ഒക്കെ ഒരു വ്ളോഗ് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ എന്തായാലും സൺഡേ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൻ്റെ അവസ്ഥ കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ 10 മണിയായതുകൊണ്ടാണ് ഈ ഒരു തിരക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കുന്നത്. സാധാരണ അവരോട് നല്ല തിരക്കാണ്. സോ ഗൈസ്, ദാ ആ കാണുന്നതാണ് ഓക്സ്ഫോർഡ്. നമ്മളിതിനു മുമ്പ് കഴിഞ്ഞതിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, അതാണ് ഓക്സ്ഫോർഡ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഈ സൈഡിൽ കണ്ട അത്രയാണ്. അതാ അതേ സൈഡിലായി ഈ പ്രാവശ്യം. എനിക്ക് ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ കുറേ ഇവരിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതാണതാ നമ്മുടെ ഓക്സ്ഫോർഡിലെ നൈറ്റ് കാഴ്ച. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ആണെങ്കിലും ടൈം ഒരുപാട് ആയതുകൊണ്ട് തിരക്കൊക്കെ കുറഞ്ഞു. അവിടെ കാണുന്നത് ഒരു പബ്ബാണ്. കാണുന്നതായിട്ടൊരു പബ്ബാണത്. കാണുന്നതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. നമ്മളിതിന് മുമ്പ് കാണിച്ചു തന്നതാണ്, എന്നാലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. സോ ഇതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം. സോ ഗൈസ്, വ്ളോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മൾ 278 സബ്സ്ക്രൈബേഴ്സായിരുന്നു ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ. ബട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കാരണം നമ്മൾ 318 സബ്സ്ക്രൈബേഴ്സായി. അത് യെസ് ഗൈസ്, നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും നല്ല നല്ല വ്ളോഗ്സും നല്ല നല്ല വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.